ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഒരുങ്ങിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദീപാരാധനയാണ്. എപ്പോൾ തുടങ്ങിയെന്ന് നമുക്ക് ഐഡിയ ഇല്ല. 30-ാം തീയതി നവംബർ 30-ന് അത് കഴിയില്ലേ, എപ്പോൾ തുടങ്ങിയെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ പോകാനുള്ള കാരണം ഏട്ടൻ്റെ പെങ്ങളാണ്. ഏട്ടൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് രാവിലെ പറഞ്ഞു നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിന്ന് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരു സന്തോഷം മനസ്സിൽ. നമുക്ക് വൈകുന്നേരമുള്ളാകുമ്പം ദൈവത്തിൻ്റെ അടുത്തൊക്കെ അമ്പലങ്ങളിലെല്ലാം പോയാൽ ഭയങ്കര ദീപാരാധനയാണ്. പോയവരുണ്ടാവും അല്ലേ, പയ്യന്നൂരിലുള്ളവർക്കെല്ലാം എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ ആടെ എത്തിയതിന് ശേഷം എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയാൽ എന്തായാലും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ. ഇതാക്കാം. അപ്പോൾ കാണാൻ കൊള്ളുക നമ്മളാ. ഓക്കെ. അങ്ങനെ നമ്മൾ പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി. അമ്പലത്തിലെ ആൽമരച്ചോടാകുന്നത് അമ്പൂട്ടനെല്ലാം നല്ല സന്തോഷത്തോടെ നിൽക്കുക ആലോചിച്ചിട്ട്. എത്ര ആളുകളൊക്കെ ഉണ്ട്. പ്രധാന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. അതിൻ്റെ ക്യൂ ആണ്. അപ്പോൾ ഒരുപാട് ആളുണ്ട്. അച്ഛനും ഏട്ടനും നമ്മൾ എല്ലാവരും കൂടെ തോവാൻ പോകുന്നത്. അപ്പോൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ടാ. അപ്പോൾ തെടമ്പ് നൃത്തം ചെണ്ടവിട്ട് നടക്കുന്നുണ്ട്. ഏട്ടൻ അമ്പൂട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന അച്ഛനും അമ്മയും ഏച്ചി, ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഏച്ചി, പെങ്ങളും മോനെല്ലാം ഉണ്ട്. അപ്പോൾ ആൽമരം കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ പോലെ ഇത്ര ഭംഗിയിലൊരു ആൽമരം കണ്ടിട്ടില്ല. കാരണം ഇലയെല്ലാം കുഞ്ഞ് ഇലയെല്ലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റെല്ലാം വെച്ച് അലങ്കരിക്കും, പിന്നെ പറയാനേ ഇല്ല. അപ്പോൾ അമ്പൂട്ടനും കണ്ണനും കൂടെ അതിലെ ഓടിപ്പിടുത്തവും കളിയെല്ലാം കേട്ടോ. അമ്പൂട്ടൻ എവിടെയല്ലോ ആളടുത്തേക്ക് ഓടലാണ്. അതിൻ്റെ അടുക്ക് കണ്ണൻ പോയി പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെണ്ടോട്ട് നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക്. അപ്പോൾ പിന്നെ കോളിഫ്ലവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഐസ്ക്രീം എല്ലാം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് സാധനങ്ങൾ, എന്തൊക്കെയാണെന്ന് പറയാനുള്ളത്. അതുപോലത്തെ അടിപൊളി ചന്തയെല്ലാം നിർത്തിയിട്ടുണ്ട്. ഏതെടുത്താലും 100, ഏതെടുത്താലും 10, ഏതെടുത്താലും 20 എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാടുണ്ട് കേട്ടോ. നമ്മളൊന്നും വാങ്ങിയിട്ടില്ലേ, ഡീസൻ്റായി. അപ്പോൾ ഏട്ടൻ്റെ പെങ്ങൾ കമ്മലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഏച്ചിക്ക് കമ്മലിനോടാണ് ഒന്ന് താല്പര്യം. നമുക്ക് പിന്നെ ഒന്നും എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ട്. ആകെ വീട്ടിൽ ഒരുപാട് കൊതുകില്ലതുകൊണ്ട് അതിന് പുകച്ച് പുറത്ത് കടിക്കാൻ വേണ്ടിയിട്ട് കുന്തിരിക്ക വാങ്ങിയിന്. കുന്തിരിക്ക കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് നല്ല കുടുക്കിയില്ലേ, അത് വാങ്ങിയിട്ടുണ്ട് അതിനെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ലോകം. അപ്പോൾ ഒരു കടലയെല്ലാം വാങ്ങി ഞങ്ങൾ ലാസ്റ്റ് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. രാത്രിയായി 10-10:30 തോന്നുന്ന സമയം. വീട്ടിലെത്തുമ്പോഴത്തേക്ക് സമയം 11 മണി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഒക്കെ എത്രയ്ക്കില്ല ചാച്ചാ. ഓക്കെ.